ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ പറ്റുന്ന, എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്കിവിടെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടച്ചക്കയും അതേപോലെ തന്നെ തക്കാളിയും ഒക്കെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കടച്ചക്ക ഒരു മീഡിയം സൈസുള്ള ഒരു കടച്ചക്ക വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി, അങ്ങനെ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. കാരണം ഇതേപോലെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴേക്കും ചിക്കൻ ആണെങ്കിലും ശരി, ബീഫ് ആണെങ്കിലും ശരി, എന്തുണ്ടാക്കി കഴിയുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നീട് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കാരണം കടച്ചക്കയ്ക്ക് നേരിയതായിട്ടുള്ളൊരു മധുരമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എരിവ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കാം. ഇനിയിപ്പോൾ എരിവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു രുചി തന്നെയാണത്. അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി എടുക്കാം. എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി, മുളക് പൊടിയാണ് ഈ ഒരു കറിക്ക് നല്ലത് കേട്ടോ. പിന്നീട് നമുക്ക് ഗരം മസാലയും കൂടി അതിലേക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇത്രയും ഐറ്റംസ് ചേർത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് വരണം, എങ്കിൽ മാത്രമേ ആ കറിക്ക് ഒരു പച്ചമണം, അതായത് മസാലയുടെ സ്മെല്ലൊക്കെ ഒന്നും ഇല്ലാതെ നമ്മളുടെ കറിയുടേതായിട്ടുള്ള എല്ലാ കൂട്ടുകളും ചേർന്ന് വരുന്ന ഒരു രുചിയും മണവും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇത് വഴറ്റിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയുടെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്നതും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണുന്ന രീതിയിൽ വഴറ്റിയതിന് ശേഷമാണ് നമ്മളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തക്കാളിയും മസാലക്കൂട്ടുകളും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിക്കൻ ഇത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിലേക്ക് നമ്മളുടെ മസാലക്കൂട്ടുകൾ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടുണ്ടാകും. അപ്പോൾ കൈ കൊണ്ടൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട, നേരെ സ്പൂണോ കയ്യിലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടച്ചക്ക എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു തരി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടച്ചക്കയിലും ചിക്കനിലുമുള്ള വെള്ളം കൊണ്ട് വേണം ഇത് വെന്ത് വരുവാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ കറിക്ക് ആ ഒരു സ്പെഷ്യൽ രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ പുരട്ടി നല്ലതുപോലെ ഒന്ന് തിക്ക് ഗ്രേവി ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ ഇറക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ വിഭവമാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും. കാരണം വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സ്നേഹത്തോടെ, ഹലോ.